സ്ഥലമാണ് പരിശുദ്ധമായ ഉംറ എന്ന് പറയുന്നത്. ലോകത്തിൽ ഇനി ഇങ്ങനെയുള്ള ഒരു യാത്ര ഉണ്ടാവുകയില്ല. ഈ യാത്രയിൽ പ്രത്യേകിച്ചിട്ട് നാം പോകുന്നത് നല്ലൊരു യാത്രയാണ്, ഇജാബത്താണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതം നന്നാവാനും ദോഷങ്ങൾ വിട്ടുകൊടുത്ത് കിട്ടാനും നാട്ടിലുള്ള വയസ്സായ ഉമ്മമാർ, അങ്ങനെ നമ്മുടെ നാട്ടിൽ വിഷമിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗാസയിലുള്ള ഫലസ്തീനിലുള്ള പിഞ്ചോമന മക്കൾ, ഇങ്ങനെയുള്ള എല്ലാവരെയും കരുതിക്കൊണ്ട് കരഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഈ പരിശുദ്ധമായ ഈ ഒരു ഉംറ. അൽ ഹജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്, പരിശുദ്ധമായ ഹാജിമാർ, അതുപോലെ തന്നെ ഉംറക്ക് പോകുന്ന നാം അല്ലാഹുവിന്റെ അതിഥികളാണ്, ദുർന്നരാണ്. അപ്പൊ അല്ലാഹുവിന്റെ തൗഫീഖ് കിട്ടിയ നാം എത്ര ആൾക്കാർ, പണങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്, വലിയ സ്വത്തുകളുണ്ട്, പക്ഷേ ആ ഉംറയിലേക്ക് ഇതുവരെ എത്താത്ത എത്ര ആൾക്കാരാണ്. പക്ഷേ അല്ലാഹുവിന്റെ മഹലായ ഫള് കൊണ്ട് അങ്ങനെയുള്ള തൗഫീഖും സൗഭാഗ്യം കിട്ടിയ നാം അല്ലാഹുവിലേക്ക് എത്രയോ ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. അതുകൊണ്ട് ഈ ഒരു ഉംറ എന്ന് പറയുമ്പോൾ ഇത് 5 ഡേയ്സ് പാക്കേജാണ്, 5 ദിവസത്തിന്റെ യാത്രയാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പൊ 2 ദിവസം മക്കയിലും 1.5 ദിവസം മദീനയിൽ കിട്ടുന്ന ഈ സമയം ഇൻഷാ അല്ലാഹ് ഫുള്ളായി ഇബാദത്തിൽ മാത്രം ചെലവഴിക്കുക. ഇൻഷാ അല്ലാഹ് സബർ ഒരുപാട്, അല്ലെ, അസ്സബ്റു ഇസ്മുൽ ഈമാൻ. നമ്മുടെ ഏതൊരു വിഷയത്തിലും പ്രധാനമായി ഉണ്ടാകേണ്ടത് ക്ഷമയാണ്, സബറാണ്. പ്രത്യേകിച്ച് നാട്ടിലേക്ക് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്ന ഒരു വാക്ക്, ഉസ്താദേ എനിക്ക് നിങ്ങൾ ദുആ ചെയ്യണം. കാരണം എന്താണ്, ഉംറയ്ക്ക് ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി ആഗ്രഹിക്കുന്നു, എത്തിയിട്ടില്ല. അതുപോലെ തന്നെ മദീനയെ പച്ചക്കുപ്പായ നോക്കി വന്ന് സലാം ചെല്ലാൻ ആഗ്രഹിക്കുന്നു, കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ വയസ്സായ ഉമ്മമാർ, ഉപ്പമാർ, അതുപോലെ തന്നെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് വിഷമിക്കുന്നവരുണ്ട്. അവർക്ക് കണ്ണീരോട് കൂടെ ദുആ ചെയ്യുന്ന മക്കൾ നാം ആകണം. കഅബയുടെ അടുത്ത് ഒരു പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ 1,00,000 പ്രതിഫലം കിട്ടുന്ന സ്ഥലമാണ്. അതേപോലെ മദീനയിൽ ഓതിയാൽ 10,000-ഓളം വരുന്ന സവാബാണ് കിട്ടുക. അതുകൊണ്ട് നമ്മളെ നാട്ടിൽ മരിച്ചുപോയ എല്ലാവരെയും കരുതിക്കൊണ്ട് ആവണം നമ്മുടെ യാത്ര. ഇൻഷാ അല്ലാഹ് ഉസ്താദ് പോകുന്ന സമയത്ത് ചൊല്ലി തരുന്നുണ്ട്, പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന നാം ചൊല്ലി ദുആർന്നാൽ അതിന് വലിയൊരു ഇജാബത്താണ്. പ്രത്യേകിച്ച് എല്ലാവരും പരസ്പരം സഹകരിച്ചുകൊണ്ട് ഷബറോടുകൂടി നല്ല ഇബാദത്തുകൾ. നമുക്കൊരു മനസ്സിലൊരു ചിന്ത വരുന്നുണ്ട്, ഒരു 160-150 റിയാൽ കൊടുത്താൽ ഉംറ ചെയ്ത് വരാമെങ്കിൽ പ്രശ്നമില്ല എന്ന് ചിന്തിക്കുറവന്നാൽ അങ്ങനെ ആവാൻ പാടില്ല. ഓരോരോ ഉംറ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതം നന്നാവാൻ വേണ്ടിയുള്ള പ്രത്യേകമായ ചിന്ത നമുക്ക് വേണം. നമ്മുടെ ജീവിതവും നമ്മുടെ സ്വഭാവവും ചേഞ്ചസ് ആക്കണം. അതുപോലെ തന്നെ ഈമാനും തഖ്വയും കൂടുതലായി വരാൻ ഇത് നിമിത്തമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു യാത്ര